നമ്മളിന്ന് എവിടേക്കാണ് പോകുന്നത്? വരൂ, കമോൺ, നമുക്ക് വീണ്ടും ഒരു യാത്രാ വ്ളോഗിലേക്ക് കിടക്കാം ഗൈസ്. നമ്മളിന്ന് പോകുന്നത് എവിടേക്കാന്ന് വെച്ചാൽ, മോൾക്ക് ടെക്സ്റ്റ് വന്നു എന്നുള്ള ഒരു വിവരം നമുക്ക് ഗ്രൂപ്പ് വഴി കിട്ടിയിട്ടുണ്ട്. അപ്പം അടുത്ത കാറ്റിന് മുന്നേ വീട് പിടിക്കാൻ വേണ്ടി പെട്ടെന്ന് നമ്മൾ സൈഡിലൊക്കെ നിൽക്കുന്ന മരങ്ങളൊക്കെ ചരിഞ്ഞ് ആടി ഉടഞ്ഞൊക്കെ വീണ് കിടപ്പുണ്ട്. നിങ്ങളുടെ എവിടെയും മഴ വലിയ കഷ്ടമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റൊന്നും കാണുന്നില്ല. പിന്നെ എന്താ, ഇവിടെ വെള്ളമൊക്കെ ഒലിച്ച് പോകുന്ന നല്ല അടിപൊളി ശബ്ദം ഇവിടെ കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കാണിച്ചു. ഇതുപോലെ ഒരുപാടിടത്ത് ഇടയ്ക്കുള്ള പെട്ടെന്നുണ്ടായ വെള്ളക്കെട്ടുകൾ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. അതിലൊന്നും കാല് ചവിട്ടാതെ നോക്കണേ. ഇത് എപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും അല്ല, എന്നാലും ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഈ റോഡിൽ കൂടി നടന്നു പോവുകയാണ്. വെള്ളമാണ് ഇവിടെ കൂടി പോകൽ ഒരു ഡിഫിക്കൽട്ടിയാണ് ഗൈസ്. എന്നാലും നമുക്ക് പോയാലേ പറ്റും. പിന്നെ ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ എപ്പോഴും സൈഡിൽ വെള്ളം ഉണ്ടാവും. പറഞ്ഞു വന്നത് ഗൈസ് എന്താണെന്ന് വെച്ചാൽ, വോയിസ് ഭയങ്കര നോയ്സ് കാരണം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അവരെല്ലാം പൊന്നുപോലെ വളർത്തിയ ചില ചെടികൾ മരത്തോടുകൂടി ഒടിഞ്ഞിടക്കുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. കറിവേപ്പില ചെടി മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഒരു രക്ഷയില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. മഴ നല്ലപോലെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കുടയിലും ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ലക്ഷ്യസ്ഥാനത്ത് എത്താറായി ഗൈസ്. മഴയാണ്. മഴയത്ത് കുട പിടിച്ച് നടക്കാനുള്ള മെനക്കേട് കൊണ്ട് ഞാൻ കുട അങ്ങ് മാറ്റി. അപ്പോൾ ഇനിയിപ്പോൾ വലിയ സീനായിട്ടുള്ള മഴയാണെന്നുണ്ടെങ്കിൽ കുട പിടിക്കാം എന്നുള്ള ഇതിലാണ് നടക്കുന്നത്. പിന്നെന്താണ് ഗൈസ്, റോഡരി കഴിഞ്ഞിട്ട് ബസ്സിൻ്റെയൊക്കെ നോയ്സ് നിങ്ങൾ കേൾക്കുന്നുണ്ട്, ക്ഷമിക്കുക. അതാ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം എത്തിക്കഴിഞ്ഞു. ലക്ഷ്യസ്ഥാനത്തേക്ക് ഡോറയുടെ പ്രയാണം. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി. ടെക്സ്റ്റൊക്കെ വാങ്ങിച്ചു. ടെക്സ്റ്റ് കണ്ട് അന്തം വിട്ടിരിക്കുന്ന എൻ്റെ മോളെയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ പഠിച്ചാലല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തോളിൽ 2 തട്ട് കൊടുത്തപ്പോൾ അവൾ ആക്ച്വലി എൻ്റെ മുഖത്ത് നോക്കുകയാണ്. പരിതാപകരമായ നോട്ടം. പക്ഷേ പഠിച്ചല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് അവളെ ഞാൻ ആശ്വസിപ്പിച്ചു ഗൈസ്. അടുത്തതായി ഇളയ മകളുടെ ടെക്സ്റ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അവർ മീറ്റിങ്ങിലാണ് ടീച്ചേഴ്സൊക്കെ. അതുകൊണ്ട് പോസ്റ്റ് ബുക്കും ടെക്സ്റ്റും ഒക്കെ വാങ്ങിച്ചു കേട്ടോ. ലാസ്റ്റ് നമ്മൾ വെയിറ്റൊക്കെ ചെയ്ത് നിന്നെല്ലാം വാങ്ങിച്ചു. ചൂട് കോഫി കുടിക്കാൻ പോയതാണ് ഗൈസ്. അവിടെ കഥ മാറി മറിഞ്ഞ് കോഫി ഇല്ലാത്തൊരു കടയിലാണ് നമ്മൾ ചെന്നപ്പെട്ടത്. മോളിരുന്ന് ചിരിക്കുവാണ്. അയ്യോ കുടിച്ചെൻ്റെ തൊണ്ട.